ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന കുടുംബമൊന്നിച്ച് പുൽക്കൂട്ടിലേക്ക്. പറുദീസയിലെ രക്ഷകന്റെ വാഗ്ദാനത്തിൽ തുടങ്ങി രക്ഷാകര ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. രക്ഷാകര ചരിത്രത്തിലെ ചില നിർണായക വ്യക്തികളെ ആഴത്തിൽ പരിചയപ്പെട്ടും അവരുടെ വിശ്വാസത്തിന്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരവസരമാണ് ഈ യാത്ര. ഈ യാത്ര ജോസഫിനോടും മേരിയോടുമൊപ്പം പുൽക്കൂട്ടിലെ ഉണ്ണിയിലെത്തുന്നു. ഏത് സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഉൽപ്പത്തി 39 അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ജോസഫിനെ രാജാവിൻ്റെ തടവുകാരെ ഇട്ടിരുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടി. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു. അവിടെയെല്ലാം ജോസഫിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ ഫലമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. വലിയ കാര്യങ്ങൾക്കായി ദൈവം തിരഞ്ഞെടുക്കുന്നവരെ വലിയ ക്ലേശങ്ങളിലൂടെ ഒരുക്കുന്നു. ജോസഫ് വലിയ നിയോഗത്തിൻ്റെ ഭാഗമായി ഒത്തിരി സന്തോഷത്തോടെ വളർന്നു വരുമ്പോൾ അടിമയായി വിൽക്കപ്പെടുന്നു, സ്വന്തം സഹോദരങ്ങളാൽ തന്നെ. പോത്തിഫറിൻ്റെ ഭവനത്തിലെത്തുന്ന ജോസഫ് അനുഗ്രഹമായി തീരുന്നുണ്ട്. ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജോസഫിലൂടെ ആ കുടുംബവും പ്രദേശവും അനുഗ്രഹിക്കപ്പെടുന്നു. ഒത്തിരി സന്തോഷത്തോടെ അവിടെയും കഴിയുമ്പോൾ പെട്ടെന്നാണ് പോത്തിഫറിൻ്റെ ഭാര്യ പാപം ചെയ്യാൻ ജോസഫിനെ പ്രേരിപ്പിക്കുന്നു. ജോസഫ് ദൈവഭയത്താൽ ആ പാപത്തിൽ വീഴുന്നില്ല. കാരാഗൃഹമാണ് ലഭിക്കുക എന്നുറപ്പുള്ള കാര്യമാണ്. എങ്കിലും സുഖത്തിൻ്റെ ആ വഴി വിട്ട് ബുദ്ധിമുട്ടുള്ള നേരിൻ്റെ വഴിയിലൂടെ, സത്യത്തിൻ്റെ ധർമ്മനിഷ്ഠയുടെ വഴിയിലൂടെ ജോസഫ് നടക്കുകയാണ്. കാരാഗൃഹത്തിലെത്തി അവിടെ നിന്നും ജോസഫ് അത്ഭുതകരമായി വീണ്ടും സന്തോഷത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരുന്നത്, ദൈവനിയോഗത്തിൻ്റെ ഭാഗമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും കുടുംബമായി സഹനങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ അവസരങ്ങളിലും പക്ഷം ചേരാനാവും ഈ ദൈവത്തിൻ്റെ കൂടെ. സന്തോഷങ്ങളിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. സങ്കടങ്ങളിൽ, തെറ്റിദ്ധാരണകളിൽ, നീതിക്ക് വേണ്ടി, ധർമ്മനിഷ്ഠയ്ക്ക് വേണ്ടി വില കൊടുക്കേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളിൽ ദൈവത്തോടൊപ്പം നിൽക്കാനാവുമോ നമുക്ക്? ജോലിസ്ഥലത്ത് നമ്മളൊരു വീട് പണിയുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നേരിൻ്റെ വഴിയിലൂടെ, സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ, പാരിതോഷികങ്ങൾ വേണ്ട എന്ന് വയ്ക്കാൻ നമുക്ക് സാധിക്കുമോ? വളഞ്ഞ വഴി ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ കുടുംബം നീതിയും സത്യവും പാലിക്കാനായി ഈ വചനം ഏറ്റുപറയാം. ജെറമിയ 15 അധ്യായം 19 വാക്യം. വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ഇന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസരങ്ങളിലും ഈശോയെ പ്രത്യാശയോടെ നിന്നോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ.